സംസ്ഥാനത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിയാർജിക്കുമ്പോഴും തീവ്രവാദ നിലപാടുകളോട് സംസ്ഥാന സർക്കാർ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുകയാണെന്ന ആരോപണം ശക്തമാവുകയാണ്. 2 DGPമാർ നിർദ്ദേശിച്ചിട്ടും തീവ്രവാദ ഉള്ളടക്കമുള്ള പുസ്തകം 1 വർഷമായിട്ടും നിരോധിക്കാത്ത സർക്കാർ നിലപാടാണിപ്പോൾ ഈ ആശങ്കയെ ബലപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ പ്രധാന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കിടെയാണ് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന പുസ്തകം കേരള പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കൈവെട്ട് കേസ്, കാശ്മീർ റിക്രൂട്ട്മെന്റ്, കോഴിക്കോട് ഇരട്ട സ്ഫോടനം തുടങ്ങിയ കേസുകളെല്ലാം ഈജിപ്ഷ്യൻ ഇമാം അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് അൽദി മാഷ്കി അൽ ദുമൈന്തി രചിച്ച ഈ പുസ്തകത്തിന്റെ സ്വാധീനം വ്യക്തമായിരുന്നു. ദേശദ്രോഹപരവും മതതീവ്രവാദപരവുമായ ഉള്ളടക്കമുള്ള പുസ്തകത്തിന്റെ മലയാള പരിഭാഷ സംസ്ഥാനത്തെ തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളുടെ പ്രധാന പ്രചോദനമാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതേ തുടർന്ന് 2013 പോലീസ് പല പുസ്തകശാലകളിലും പരിശോധന നടത്തി നടപടി സ്വീകരിച്ചിരുന്നു. DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ കഴിഞ്ഞ വർഷം ഈ പുസ്തകം നിരോധിക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ DGP അനിൽ കാന്തും ഇതേ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് അന്താരാഷ്ട്ര തലത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഗുരുതരമായ അവസ്ഥയിൽ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ 1 വർഷമായിട്ടും നടപടി സ്വീകരിക്കാത്തത് ഏവരെയും അമ്പരിപ്പിച്ചിരിക്കുകയാണ്. തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് സംസ്ഥാന സർക്കാർ അനുഭാവം കാണിക്കുകയാണെന്ന വിമർശനങ്ങൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ വിമർശനങ്ങളെ ശരിവെക്കുന്ന തരത്തിലാണ് ഇക്കാര്യത്തിൽ സർക്കാർ നടപടിയെന്നും വിമർശകർ ആരോപിക്കുന്നു. നേരത്തെ DGPമാർ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അംഗീകരിക്കാനോ നടപടി സ്വീകരിക്കാനോ സർക്കാർ മടി കാണിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ വിവാദ പുസ്തകം നിരോധിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ. തീവ്രവാദ പ്രവർത്തനങ്ങളെ എതിർക്കാതിരിക്കുന്ന സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും നിലവിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന നിലപാടിലാണെന്നാണിപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ രാജ്യത്തെയും സംസ്ഥാനത്തെ ജനങ്ങളെയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇരയായി നൽകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു.